ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ മാധവൻ വീണ്ടും വർക്ക്ഷോപ്പിൽ. ഒപ്പം മാനത്തെ കൊട്ടാരം കെട്ടിപ്പടുക്കാനുള്ള മോഹവും. ആഗ്രഹത്തിന്റെ കനം പോലെ മാധവേട്ട കാര്യങ്ങള്. നീ എന്താടാ ഈ രാത്രിയില്? പ്രകാശേട്ടൻ പാലുകാച്ചനെ വിളിച്ചില്ലെങ്കിലും എനിക്കിങ്ങോട്ട് വന്നല്ലേ പറ്റൂ. മനോജേ, നീ വെറുതെ രാത്രിയിൽ ഒരു സീൻ ഉണ്ടാക്കാൻ നിക്കല്ലേ. പ്രകാശേട്ടാ, പണ്ടേ നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളല്ല. എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള പണം കിട്ടിയിരിക്കണം. ഇനി ഞാൻ വരുന്ന ഒറ്റയ്ക്കായിരിക്കില്ല, എന്റെ കൂടെ കരുണാകരക്കുറിപ്പുണ്ടാവും. അന്ന് പ്രകാശേട്ടൻ അനിയെ മനോജായിട്ടാവില്ല എന്റെ വരവ്. ആൾക്കാരെ പറ്റിച്ചു മാത്രം ശീലമുള്ള നിങ്ങൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. മനോജേ, നീ ഇപ്പൊ പോ. അകത്ത് സുചിത്രയും അമ്മയൊക്കെ ഉണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് പണം കണ്ടെത്തിയിട്ട് നിന്നെ വിളിക്കാം, പ്ലീസ്. പ്രകാശേട്ടൻ ജയിലിൽ പോയിട്ടുണ്ടോ? ജയിലിലെ വേതനമൊക്കെ ഇപ്പൊ കൂട്ടിയിട്ടുണ്ട്. ഒരു 5 കൊല്ലം കിടക്കുമ്പോ അത്യാവശ്യം കുറച്ച് ഡെപ്പോസിറ്റ് ഒക്കെ ആവും. അപ്പോ രാത്രിയില് യാത്രയില്ല. ഗുഡ് നൈറ്റ്. സോമൻ പറഞ്ഞത് വെറുതെ അല്ല, വെറും മൗത്ത് പബ്ലിസിറ്റി നടത്തിയതേ ഉള്ളു. 6-7 വണ്ടികൾ പണിക്ക് ഏർപ്പാടായി കഴിഞ്ഞു. അത് പിന്നെ പാമ്പു പഴയതല്ലേ മാധവേട്ട നല്ലത്. ഏത് പുതിയ വണ്ടിയും മാധവേട്ടനെ വിശ്വസിച്ച് ഏൽപ്പിക്കാം. സ്പെയർ പാർട്സില് ഒന്നും തിരിമറി നടത്തില്ലല്ലോ. മാധവേട്ടന്റെ ആരോഗ്യ പ്രശ്നം എന്നെ അലട്ടുന്നത്. ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട ചന്ദ്രു. നാളെ പണി തുടങ്ങിയ അതിന്റെ ഒരു എനർജി എനിക്ക് ഇപ്പോഴേ കൈവന്നു കഴിഞ്ഞു. എന്നാ കപ്പപ്പുഴുക്ക് കൂടി ശരിയാക്കി കഴിക്കാം, എനർജി കളയണ്ട. ഇതുപോലെയാ നമ്മൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച ശേഷമുള്ള അവസ്ഥ. ഒരു വഴിയും കാണാത്തപ്പോഴാ ദൈവം കണ്ണു തുറന്ന് ഒരു വഴി കാട്ടിത്തന്നത്. വർക്ക്ഷോപ്പിലെ പണി. വയസ്സുകാലത്ത് ജീവിതം തുടങ്ങാനും വർക്ക്ഷോപ്പ് തന്നെ ശരണം. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി. അങ്ങനെ മാധവൻ വീണ്ടും വർക്ക്ഷോപ്പിൽ. ഒപ്പം മാനത്തെ കൊട്ടാരം കെട്ടിപ്പടുക്കാനുള്ള മോഹവും. ആഗ്രഹത്തിന്റെ കനം പോലെ മാധവേട്ട കാര്യങ്ങള്. ഒരു കാര്യം മനസ്സൂന്നി ആഗ്രഹിച്ച അത് നടത്തി തരാൻ കാലവും പ്രകൃതിയൊക്കെ കൂടെ നിൽക്കുന്ന പറയാറ്. നമ്മൾ നമ്മുടെ മാനത്തെ കൊട്ടാരം പണിയും. ചന്ദ്രു, നിന്റെ നാവ് പൊന്നാവട്ടെ. മക്കള് ചതിച്ചു തോൽപ്പിച്ചപ്പോ ദൈവം സോമന്റെ രൂപത്തിൽ അവതരിച്ചു. ഇനി മക്കൾക്ക് വേണ്ടിയല്ല ജീവിതം. എനിക്ക് വേണ്ടി നീ ജീവിക്കുന്നു, നിനക്ക് വേണ്ടി ഞാനും. മക്കളുമില്ല, ബന്ധങ്ങളുമില്ല. മാധവൻ ചന്ദ്രിക ജീവിതത്തിന് വേണ്ടി മാത്രം.
എന്താ പ്രകാശേട്ടാ? പ്രകാശേട്ടന് എന്തു പറ്റി? അയ്യോ മോനെ എന്താ പറ്റിയേ? എന്ത് പറ്റാനാ? പ്രകാശനം ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ആരും. എന്താ പ്രകാശേട്ടാ? പ്രകാശേട്ടനെ ആരും ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്നാ? മിണ്ടി പോകരുത്. എല്ലാവരും എനിക്ക് ശത്രുക്കളാ. എല്ലാവർക്കും വേണ്ടത് പ്രകാശന്റെ ചോരയാ. ആരെയും കണ്ട എനിക്ക് മോളെ രാത്രി കുറച്ചു നേരത്തെ മനോജുമായിട്ട് സംസാരിക്കുന്ന കണ്ടിട്ടല്ലേ നമ്മൾ അകത്തോട്ട് കയറി പോകുന്നത്? ആ അതെ. പിന്നെന്താ ഇതിനിടയ്ക്ക് സംഭവിച്ചേ? രാത്രിയല്ലേ, അതും ഇന്ന് വെള്ളിയാഴ്ച. ഇനി വല്ല പ്രേതബാധയും. മോനെ നീ എന്തെങ്കിലും കണ്ടു പേടിച്ചോ? മോളെ ഇതേതോ കൂടിയേനുമാ പ്രകാശന്റെ ദേഹത്ത് കയറിയിരിക്കുന്നേ. നമുക്ക് ആ ഒഴിപ്പിക്കുന്ന തിരുമേനി ഒന്ന് വിളിച്ചാലോ? ശാപങ്ങളാ. ഈ വീട് മുഴുവൻ ശാപവാക്കുകളാ. ഇവിടെ മുഴുവൻ ശമിക്കുന്ന പിശാചികളാ. ഇല്ല, പ്രകാശം തോറ്റു കൊടുക്കില്ല. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനായി പ്രകാശൻ. എല്ലാത്തിനെയും കൊന്നു കൊലവിളിക്കും ഞാൻ. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇതേതോ ഉഗ്രൻ ആത്മാവ് അങ്ങനെ ഇരിക്കുന്നേ. തൽക്കാലം മോൾ അടുത്തോട്ട് പോകണ്ട. ചിലപ്പോ ഒന്ന് വിശ്രമിക്കും, അങ്ങ് മാറിക്കോളും. സുചിത്രയ്ക്ക് ഒരു നാളും സന്തോഷിക്കാൻ യോഗമില്ലല്ലോ. ഇതൊക്കെ ഓരോരുത്തരുടെ ശാപഫലങ്ങളാ. ഇനി അതുകൂടി അനുഭവിക്കാനായിരിക്കും വിധി. വിഷമിക്കാതെ. പാലല്ലേ ജഗ, കട്ടനെ കൊണ്ടു. ജഗ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതെന്നെ ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് എന്ത് ഫലം? അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു തീർന്നല്ലേ പറ്റൂ. ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഇനി ഇതും ഇല്ലാതാവും. സങ്കടങ്ങൾക്കൊരു കുറവുമില്ലല്ലോ. വരുമ്പോ ഇങ്ങനെ നിരനിരയായിട്ടങ്ങ് വരും. അച്ഛനെയും അമ്മയും കാണാതാവൽ, പാവം മുത്തശ്ശിയുടെ മരണം, വർഷം മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോന്നറിയാത്ത അവസ്ഥ. മാനത്തെ കൊട്ടാരം